1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ച കൊടും ഭീകരൻ ഉൾപ്പെടെ തന്നെ ഛത്തീസ്ഗഡിൽ 10 മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ചു. കൊല്ലപ്പെട്ടവരിൽ ഉന്നത മാവോയിസ്റ്റ് നേതാക്കന്മാരും ഉണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. ഇതിൽ തലയ്ക്ക് 10 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ച മാവോയിസ്റ്റ് നേതാവിനെ അടക്കം കഴിഞ്ഞ ദിവസം വധിച്ചിരുന്നു. എന്നാൽ ഇതോടുകൂടി തന്നെ ആശ്വാസമായി എന്ന് പറയാൻ സാധിക്കത്തില്ല. മാവോയിസ്റ്റുകളെയും നക്സലൈറ്റുകളെയും വേരോടെ തന്നെ പിഴുതെറിയുന്നത് വരെ വിശ്രമം ഉണ്ടാകില്ല എന്നത് തന്നെയായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയതും. ഇതോടുകൂടി തന്നെ അതിർത്തിയിൽ സുരക്ഷാ സേനയും പോലീസും ഒക്കെ തന്നെ വളരെ ജാഗരൂകരായി തന്നെ ഭംഗിയായി തന്നെ അവരുടെ ജോലികൾ പൂർത്തീകരിക്കുകയാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ 10ലധികം മാവോയിസ്റ്റുകളെ വധിച്ചു എന്ന വാർത്ത. ഛത്തീസ്ഗഡിലെ ഗരിയാബ് ജില്ലയിൽ സുരക്ഷാ സേനയും കമ്മ്യൂണിസ്റ്റ് ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. ഏറ്റുമുട്ടലിൽ 10 കമ്മ്യൂണിസ്റ്റ് ഭീകരർ കൊല്ലപ്പെട്ടു. മെയിൻപൂർ വനങ്ങളിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് 10 ഭീകരർ കൊല്ലപ്പെട്ടത്. 1 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച നക്സലൈറ്റ് മനോജ് മോഡം എന്ന ബാലകൃഷ്ണനും ഈ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. മെയിൻപൂർ വനങ്ങളിൽ നക്സലൈറ്റുകളുടെ സാന്നിധ്യമുണ്ട് എന്ന് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഗിരിയാബന്ദ് E30 അതുപോലെ തന്നെ CRPFന്റെയും കോബ്ര ടീം എന്നിവർ ചേർന്നുകൊണ്ട് സംയുക്ത ദൗത്യം ആരംഭിക്കുകയായിരുന്നുവെന്നും വ്യക്തമാക്കി. ഏറ്റുമുട്ടൽ സ്ഥലത്തു നിന്ന് വലിയ അളവിൽ ആയുധങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു. ഇതിൽ 7 ഓട്ടോമേറ്റഡ് ആയുധങ്ങളും ഉൾപ്പെടുന്നുണ്ട്. മെയിൻപൂരിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്നും സാധ്യമായ എല്ലാ വിധത്തിലും സേനയെ സഹായിക്കണമെന്നും സുരക്ഷാ സേന അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നിലവിൽ ഏറ്റുമുട്ടൽ അവസാനിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല അടുത്ത വർഷത്തോടു കൂടി തന്നെ ജാർഖണ്ഡിലും അതുപോലെ ഛത്തീസ്ഗഡിലും നിന്നും പൂർണ്ണമായും മാവോയിസ്റ്റുകളെ അടക്കം ഉന്മൂലനം ചെയ്യുന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് സർക്കാർ അടക്കം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നടക്കുന്ന ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇതേവരെയും അല്ലെങ്കിൽ ഇത്തരമൊരു സ്ഥിരീകരണം ഇതുവരെയും വന്നിരുന്നില്ല. ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. പലാമു ജില്ലയിൽ മാവോയിസ്റ്റുകളായ തൃതീയ പ്രസ്ത്രി എന്ന സമിതിയാണ് വ്യാഴാഴ്ച പുലർച്ചെ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ തന്നെ ഏറ്റുമുട്ടൽ നടന്നത്. സമിതി കമാൻഡർ ശശികാന്തും സംഘവും പ്രദേശത്ത് എത്തിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തിരച്ചിലായിരുന്നു ഏറ്റുമുട്ടൽ നടത്തിയത്. അടുത്ത വർഷത്തോടു കൂടി തന്നെ മാവോയിസ്റ്റുകളെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് സർക്കാരുകൾ അതിശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതും. ആയുധങ്ങൾ താഴെ വെച്ച് കീഴടങ്ങുകയല്ലാതെ തന്നെ മറ്റൊരു ഉപാധിയും അംഗീകരിക്കാനാകില്ല എന്ന നിലപാടിൽ തന്നെയാണ് സർക്കാർ ഉറച്ചു നിൽക്കുന്നത്. അതുപോലെ ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്കാണ് അവരുടെ ജീവൻ നഷ്ടമായത്. ദൗത്യസേനകളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് സംഘടനയ്ക്ക് വലിയ നാശമാണ് സംഭവിച്ചത്. പ്രധാനപ്പെട്ട നേതാക്കളെ സുരക്ഷാ സേന വധിക്കുകയും ചെയ്തു. കഴിഞ്ഞ ജൂണിൽ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം മാവോയിസ്റ്റുകളുടെ സംഘടനയിലെ 357 പേരെയാണ് സുരക്ഷാ സേന ഈ വർഷം ഇതുവരെയും കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം എല്ലാ നക്സലൈറ്റുകളും കീഴടങ്ങുകയോ പിടിക്കപ്പെടുകയോ ഇല്ലാതാകുകയോ ചെയ്യുന്നത് വരെ തന്നെ മോദി സർക്കാർ വിശ്രമമില്ലാതെ തന്നെ പ്രവർത്തിക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഛത്തീസ്ഗഡിലെ കരേഗുണ്ട കുന്നിൽ ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് വിജയകരമായി നടത്തിയ CRPF, ഛത്തീസ്ഗഡ് പോലീസ് അതുപോലെ ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡ്, കോബ്ര ഫോഴ്സ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.